ഹലോ നമസ്കാരം. മഴതോറും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴതോറും മുൻപേയുടെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അന്നു നടക്കുന്ന, അതായത് നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മളെ ഈ ചുറ്റും നടക്കുന്ന പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഒക്കെ അതൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പരമ്പര തന്നെയാണ്. അതിൽ ഇന്ന് രോഹിത്തും ഹരിയും കൂടി ചേർന്നിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവർ രണ്ടുപേരും മാത്രമല്ല, ഹരിയുടെ സുഹൃത്തുക്കളും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ഒരു പാവമാണ്. രോഹിത് ഒരു നല്ല പയ്യനാണ്. ദേഷ്യവും അലീന പറഞ്ഞതുപോലെ ദേഷ്യവും ചെറിയ ചെറിയ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അതും ഹരിയുടെ ആ കൂട്ടുകെട്ട് കട്ട് ചെയ്താൽ മാത്രം. അത് കൃത്യമായിട്ട് അലീന ബാലചന്ദ്രനോട് പറയുകയും ചെയ്തു. ബാലചന്ദ്രൻ ഉപദേശിക്കാൻ പോയപ്പോഴും രോഹിത്ത് ബാലചന്ദ്രന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് നിന്നു കൊടുത്തില്ല. രോഹിത്തിന്റെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടാവില്ല, ഒരു തെറ്റും ഉണ്ടാവത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെയാണ്. എന്നാൽ ഇതെല്ലാം അവസാനം വലിയൊരു തെറ്റിലേക്കാണ് രോഹിത്ത് ചെന്ന് ചാടാൻ പോകുന്നത് എന്ന് രോഹിത്ത് തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ ബബിതയാണെന്നുണ്ടെങ്കിലും രോഹിത്താണെന്നുണ്ടെങ്കിലും പറയുന്നത് അലീനയുടെ സഹായം വേണ്ട, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, നീ ഒരിക്കൽ പോലും നിന്നോട് ഞാൻ വന്ന് ചോദിക്കത്തില്ല എന്നാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് പോകുന്നത് സാക്ഷാൽ അലീന തന്നെയാണ്. സ്വന്തം ചേച്ചി തന്നെയാണ് രോഹിത്തിനെ ഈ വലിയൊരു ഊരാക്കുടുക്കിൽ നിന്നും രക്ഷിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ അലീന രോഹിത്തിനെ രക്ഷിക്കുന്നതോടുകൂടി അവർക്കിടയിലുള്ള ആ ഒരു പ്രശ്നം മാറുകയും അവരുടെ ഇടയിൽ നല്ലൊരു ബോണ്ടിങ്, ഒരു സഹോദര സ്നേഹം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ സംഭവിക്കുമോ, അതോ ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ഇനി വരാൻ പോകുന്നത്? ശരണ്യെ രക്ഷിക്കാനായിട്ട് അലീനയ്ക്ക് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രോഹിത്തിനോട് ബാലചന്ദ്രൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. രോഹിത്, നീ അങ്ങനെയൊന്നും ചെയ്യരുത്, നീ ഇപ്പോൾ അലീനയാണെങ്കിലും ബാലചന്ദ്രനോട് പറഞ്ഞപ്പോൾ തൻ്റെ മക്കൾ വഴിതെറ്റി പോവുകയാണോ, കൃഷ്ണ അല്ല ബാക്കി ബബിതയാണെങ്കിലും രോഹിത്താണെങ്കിലും വഴിതെറ്റി പോവുകയാണോ എന്നുള്ളൊരു പേടി ബാലചന്ദ്രന്റെ മനസ്സിൽ വന്നു. ബബിതയാണെങ്കിൽ രോഹിത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോഴും ബാലചന്ദ്രൻ പറഞ്ഞത് നീ നല്ലതാണോ, നീ ചെയ്യുന്നത് ശരിയാണോ എന്നാണ്. അവസാനം രോഹിത്തിനെ ഉപദേശിക്കുകയൊക്കെ ചെയ്തു, രോഹിത്തിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ രോഹിത് അവിടം കൊണ്ട് നന്നായില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ബാലചന്ദ്രനോട് പറഞ്ഞിട്ട് രോഹിത് പോകുമ്പോൾ അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, ആ ഹോസ്പിറ്റലിൽ പോയിട്ടേ തിരികെ പോകത്തുള്ളൂ എന്നൊക്കെ രോഹിത് പറഞ്ഞു. എന്നാൽ അതെല്ലാം കള്ളമാണ് എന്ന് തെളിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാവിലെ തന്നെ രോഹിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രോഹിത് ബൈക്ക് കൊടുത്തുകൊണ്ട്, അതും അത്ര സ്പീഡായിട്ടാണ് പോകുന്നത്, അമ്മയെ കാണാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ രോഹിത്തിന് അറിയാം അമ്മയെ കാണാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സംശയങ്ങൾ തോന്നുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അമ്മയെ കണ്ട് സംസാരിച്ച ഉടനെ തന്നെ രോഹിത് ഇറങ്ങി. എന്നിട്ട് ഹരി പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഹരിയാണെങ്കിൽ രാവിലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ പ്ലാനിങ്ങളെല്ലാം സെറ്റാക്കി രാവിലെ തന്നെ നേരെ ശരണ്യെ കാണുകയും എന്നിട്ട് ശരണ്യയ്ക്ക് ഡ്രിങ്ക്സിൽ കുറച്ച് മയക്കുമരുന്നൊക്കെ കലക്കി, അതും ഡോസ് കൂടുതൽ കലക്കി കൊടുത്ത് ശരണ്യെ റേപ്പ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ശരണ്യ ഇത് ഹരി പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ആ ഒരു ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് അപ്പോൾ തന്നെ ശരണ്യയുടെ ബോധമൊക്കെ പോയി. ശരണ്യ നേരെ വീട്ടിലെത്തിയ ഉടനെ തന്നെ ശരണ്യെ പതുക്കെ പിടിച്ചുകൊണ്ട് ഹരി അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ രോഹിത്തിന് ഭയങ്കര ടെൻഷനായി. കാരണം തനിക്ക് 2 സഹോദരിമാരുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ രോഹിത്തിന് ഭയങ്കര ടെൻഷൻ കൂടി, വെപ്രാളവും കൂടി. ഈ സമയത്ത് അലീനയ്ക്ക് ചെറിയൊരു സംശയം. രോഹിത് ഇന്നലെ അലീനയ്ക്ക് അറിയാം ഇപ്പോൾ ഹരിയുമായിട്ടുള്ള കൂട്ട് രോഹിത്തിനുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ട് വളരെ വലിയൊരു തെറ്റിലേക്കാണ് രോഹിത്തിനെ കൊണ്ടെത്തിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അലീനയ്ക്ക് അറിയാം. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ട് ശരിയാണോ അതോ തെറ്റാണോ? അപ്പോൾ അവിടെ രോഹിത്തിൻ്റെ ഒരു വെപ്രാളവും സംസാരത്തിലെ പതർച്ചയും പിന്നെ ടെൻഷനും ഒക്കെ കണ്ടപ്പോൾ അലീനയ്ക്ക് ചെറിയൊരു സംശയം. അച്ഛാ, ഇത് രോഹിത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കോളേജിലേക്കാണോ പോകുന്നത് എന്ന് അലീന ചോദിച്ചു. എന്നാൽ നീ എന്താ മോളെ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ എന്തോ എനിക്ക് നല്ല സംശയമുണ്ട്. രോഹിത് കോളേജിലേക്കാണോ പോകുന്നത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. രോഹിത് കോളേജിലേക്കല്ല, മറിച്ച് മറ്റെവിടേക്കാണോ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പോൾ എന്തോ എനിക്ക് അങ്ങനെ തോന്നി, രോഹിത്തിൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നി എന്നാണ് അലീന പറഞ്ഞത്. അപ്പോൾ അത് കേട്ട പാടെ തന്നെ ബാലചന്ദ്രനും ചെറിയ സംശയങ്ങൾ തോന്നി. ബാലചന്ദ്രൻ പറഞ്ഞു, ശരി രോഹിത് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കോളേജിൽ പോകും എന്നല്ലേ പറഞ്ഞത്, ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ പോകുമ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയതിന് ശേഷം അവിടെ പോയി നോക്കാം, ഞാൻ എന്നിട്ട് രോഹിത് എവിടെയാണ് പോയത് എന്നൊക്കെ ഞാൻ അന്വേഷിക്കാം എന്നും അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞു. അപ്പോൾ അലീനയ്ക്കെങ്കിലും എന്തൊക്കെയോ ടെൻഷൻ കൂടുന്നുണ്ട്, എന്തൊക്കെയോ അരുതാത്തത് സംഭവിക്കുമെന്നുള്ള ഒരു പേടി, ഒരു ടെൻഷൻ അലീനയുടെ മനസ്സിലുണ്ട്. രോഹിത് ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നേരെ ഹോസ്പിറ്റലിൽ അമ്മയൊക്കെ കണ്ടിട്ട് നേരെ ഹരിയുടെ വീട്ടിലെത്തി. അവിടെ ശരണ്യ വന്നിട്ടുണ്ട്. ശരണ്യാണെന്നുണ്ടെങ്കിൽ ആ മയക്കുമരുന്ന് കലർത്തിയ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് നല്ല ലെക്ക് കെട്ടിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ശരണ്യെ പതുക്കെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി റൂമിൽ കിടത്തി. എന്നിട്ട് ശരണ്യെ റേപ്പ് ചെയ്യാനായിട്ട് ഹരി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ രോഹിത്തിന് ടെൻഷൻ കൂടി. ദൈവമേ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി രോഹിത്തിന്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം രോഹിത്തിന് ലെക്ക് കേട്ട് എന്തൊക്കെയോ സംഭവിക്കുമ്പോൾ എന്തൊക്കെയോ തല ഇറങ്ങി വീഴുന്നത് പോലെയൊക്കെ തോന്നി. അങ്ങനെ രോഹിത് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. തനിക്ക് തല ഇറങ്ങുന്നത് പോലെ, ബോധം പോകുന്നത് പോലെയൊക്കെ രോഹിത്തിന് ഫീൽ ചെയ്തു. എന്നാൽ ശരിക്കും താൻ വിശ്വസിക്കുന്ന തൻ്റെ സുഹൃത്തായ ഹരി തന്നെ ചതിക്കുകയാണ് എന്ന് രോഹിത്തിന് ഇപ്പോഴല്ല പിന്നീടാണ് മനസ്സിലാകുന്നത്. ഹരി തന്നെ ചതിക്കുകയാണ്, ഹരി തന്നെ വലിയൊരു കുരുക്കിലേക്ക് കൊണ്ടിടുകയാണെന്ന് പിന്നീട് രോഹിത് മനസ്സിലാക്കുകയാണ്. എന്നാൽ അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ സമയം കടന്നുപോയി. അന്ന് ശരണ്യെ റേപ്പ് ചെയ്തു, അതിനുശേഷം കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ശരണ്യയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് ഹരിയുടെ പ്ലാനുകളെല്ലാം തകിടം മറിയുകയാണ്. ഹരി വിചാരിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ സംഭവിച്ചത്. ഹരി വിചാരിച്ചതുപോലെ ഒന്നും അല്ല നടക്കാൻ വേണ്ടിയിട്ടും പോയത്. അതിനുശേഷം ശരണ്യയ്ക്ക് വലിയൊരു ആപത്ത് സംഭവിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ശരണ്യയെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ആ രഹസ്യങ്ങൾ, അതായത് ഹരി തന്നെ റേപ്പ് ചെയ്യുകയാണ്, തന്നെ ഹരി ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ശരണ്യ തിരിച്ചറിയുകയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ശരണ്യ വല്ലാതെ വയലന്റായി. ഹരിയെ കുടുക്കണം എന്ന് ശരണ്യ തീരുമാനിച്ചു. പക്ഷേ ഹരിയെ കുടുക്കുമ്പോൾ അവിടെ കുരുക്കിൽ വീഴുന്നത് അവിടെ ഹരി മാത്രമല്ല, രോഹിത് കൂടിയാണ്. എന്നാൽ ഹരി കുരുക്കിലാക്കാൻ പോകുന്നത് രോഹിത്തിനെ കൂടിയാണ്. അവസാനം തൻ്റെ സഹോദരൻ ഈ വലിയ ഒരു കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രോഹിത്തിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും രോഹിത്തിന് രക്ഷകനായിട്ട് എത്തുന്നതും അലീനയാണ്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഹരി ഒരു തെറ്റുകാരനാണ്, ഹരി ഒരു മോശമായിട്ടുള്ള ഒരാളാണെന്നും രോഹിത് തിരിച്ചറിയുമോ? തൻ്റെ സഹോദരിയാണ് അലീന എന്നുള്ള സത്യം രോഹിത് തിരിച്ചറിയുമോ? അലീനയെ ചേർത്ത് പിടിക്കാനായിട്ടും തൻ്റെ തെറ്റുകൾ തിരുത്തി നല്ലവനാകാനും ഇനി ഹരിയല്ല രോഹിത് ശ്രമിക്കുമോ? അത് മാത്രമല്ല അലീന ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയായിരിക്കും രോഹിത്തിനെ രക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണും. അതുവരേക്കും ടാറ്റ ബൈ.